ഒരു വലിയ കമ്പനിയിൽ ജനറൽ മാനേജറുടെ റിട്ടയർമെന്റ് പാർട്ടി നടക്കുകയായിരുന്നു. എല്ലാവരും അദ്ദേഹത്തെ പുകഴ്ത്തി സംസാരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഗാംഭീര്യം, തീരുമാനമെടുക്കുന്നതിലെ കാർക്കശ്യം, ആരെയും കൂസാത്ത സ്വഭാവം തുടങ്ങിയ ഗുണങ്ങളെല്ലാം എല്ലാവരും എടുത്തു വർണ്ണിക്കുകയായിരുന്നു. പാർട്ടിക്ക് ശേഷം ഇതെല്ലാം ഓർത്ത് അദ്ദേഹം തന്റെ ക്യാബിനിൽ വിശ്രമിക്കുകയായിരുന്നു. താൻ പടുത്തുയർത്തിയ സാമ്രാജ്യത്തിൽ താൻ അജയ്യനാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. വിശ്രമത്തിനിടെ അദ്ദേഹം ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. താഴെ പാർക്കിംഗ് ഏരിയയിൽ കമ്പനിയിലെ സെക്യൂരിറ്റി ജീവനക്കാരന്റെ വിരമിക്കൽ നടക്കുകയാണ്. കമ്പനിയിലെ പ്രായം ചെന്ന സെക്യൂരിറ്റി ജീവനക്കാരൻ മറ്റൊരു ജീവനക്കാരനോട് യാത്ര ചോദിക്കുകയായിരുന്നു. അവർ പരസ്പരം ആശ്ലേഷിക്കുകയും കണ്ണീരോടെ വിട പറയുകയും ചെയ്തു. ആ സാധാരണ ജീവനക്കാരനെ യാത്രയാക്കാൻ കമ്പനിയിലെ ഡ്രൈവർമാരും പ്യൂൺമാരും ക്ലീനിംഗ് സ്റ്റാഫും തുടങ്ങി വലിയൊരു സംഘം ജീവനക്കാർ അവിടെ ഒത്തുകൂടിയിരുന്നു. മാനേജർ അത്ഭുതപ്പെട്ടു. താൻ ഇത്ര വലിയ പദവിയിൽ ഇരുന്നിട്ടും തന്നെ പുകഴ്ത്താൻ ആളുകൾ ക്യൂ നിന്നിട്ടും ആരും തന്നെ കാണുമ്പോൾ ഇത്രയേറെ ആത്മാർത്ഥമായി ചിരിക്കുകയോ വിതുമ്പുകയോ ചെയ്തിരുന്നില്ല. അപ്പോഴാണ് അദ്ദേഹത്തിന് കാര്യം ബോധ്യപ്പെട്ടത്. തന്റെ പദവി കണ്ട് ആളുകൾ നൽകിയത് ബഹുമാനമല്ല, അത് വെറും ഭയമായിരുന്നു. അദ്ദേഹം പതുക്കെ തന്റെ ക്യാബിനിൽ നിന്നിറങ്ങി അവരുടെ അടുത്തേക്ക് ചെന്നു. താൻ ഒരിക്കൽ പോലും പേര് ചോദിച്ചിട്ടില്ലാത്ത ആ സെക്യൂരിറ്റി ജീവനക്കാരന്റെ സമീപമെത്തി. ആ മനുഷ്യൻ വിനയത്തോടെ എഴുന്നേറ്റ് നിന്നു. മാനേജർ അദ്ദേഹത്തിന്റെ കൈ പിടിച്ചുകൊണ്ട് ചോദിച്ചു, എല്ലാവരും നിങ്ങളെ ഇത്രയേറെ സ്നേഹിക്കുന്നതിന്റെ കാരണം എന്ത്? സർ, ഞാൻ ഈ ജോലി ചെയ്തത് ഈ പഠിക്കൽ നിന്നുകൊണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്റെ സഹപ്രവർത്തകരെ കണ്ടത് എന്റെ ഹൃദയം കൊണ്ടായിരുന്നു. എനിക്ക് നൽകാൻ പദവികളില്ലാത്തതിനാൽ ഞാൻ അവർക്ക് സ്നേഹം നൽകി. അവർ എനിക്ക് തിരിച്ചു നൽകിയതും അതേ സ്നേഹം തന്നെയായിരുന്നു. സുഹൃത്തുക്കളെ, നാം കെട്ടിപ്പൊക്കുന്ന പദവികളും അധികാരങ്ങളും പലപ്പോഴും നമ്മളെ തന്നെ തടവിലാക്കുകയാണ് ചെയ്യുന്നത്. ആ മതിൽക്കെട്ടുകൾക്ക് വെളിയിൽ വന്ന് മനുഷ്യരെ സ്നേഹിക്കാൻ പഠിക്കുന്നവർക്കാണ് മാനുഷിക സ്നേഹത്തിന്റെ യഥാർത്ഥ ലോകം മനസ്സിലാവുക. നിങ്ങളുടെ പദവികൾ നൽകുന്നത് ഒരുപക്ഷെ ആദായമായിരിക്കും, എന്നാൽ നിങ്ങൾ നൽകുന്ന വിനയവും സ്നേഹവും നിങ്ങൾക്ക് നൽകുന്നത് ജീവിതത്തിന്റെ സുരക്ഷയാണ്. ആപൽഘട്ടത്തിൽ കൈത്താങ്ങായി പദവികൾ ഉണ്ടാവില്ല, പക്ഷെ നൽകിയ സ്നേഹം കൈത്താങ്ങായി തിരിച്ചു വരും. അഹങ്കാരം കൊണ്ട് ആരെയും അകറ്റരുത്, കാരണം ആയുസ് കുറഞ്ഞു വരികയാണ്. നമ്മുടെ ഓരോ ജന്മദിനവും മരണത്തിലേക്കുള്ള അകലം കുറയ്ക്കുകയാണ്. ഏതു വലിയ കസേരയിലോ പദവിയിലോ ഇരിക്കുമ്പോഴും താഴെ നിൽക്കുന്ന മനുഷ്യരെ കാണാൻ കഴിയണം. കാരണം ആ പദവികളിൽ നിന്ന് താഴെ ഇറങ്ങുന്ന സമയം ആ മനുഷ്യരുടെ കൈകളായിരിക്കും നമുക്ക് കൈത്താങ്ങായി മാറുക. ഓർക്കുക, പദവികൾ കൊണ്ട് ഒരിക്കൽ ചരിത്രത്തിൽ ഇടം നേടാം, പക്ഷേ സ്നേഹം കൊണ്ട് മാത്രമേ ഹൃദയത്തിൽ ഒരു ഇടം നേടാൻ കഴിയൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പ്രതികരണങ്ങളാണ് എന്റെ മോട്ടിവേഷൻ. താങ്ക്